ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ നമ്മൾ എല്ലാ വീഡിയോയും തന്നെ പഠിച്ച് വിലയിരുത്തി തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അല്ലാതെ ഒരു വീഡിയോയും നമ്മൾ നേരെ ഒന്നിങ്ങി ഇരുന്ന് എടുക്കാറില്ല. അത് ആദ്യം നിങ്ങൾ നോട്ട് ചെയ്തോളൂ. എല്ലാ വീഡിയോയും നമ്മൾ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ അത് യുഎസിൻ്റെ അപ്കമ്മിങ് എക്കണോമിക് ചാലഞ്ചസ് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ട്രംപ് അമേരിക്കയിൽ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇന്ത്യക്കിട്ട് പണി തരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പാകിസ്ഥാനെ വിളിച്ചു വരുത്തി പല രീതിയിലുള്ള ഗൂഢാലോചന നടത്തുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. അത് വേറെ എവിടെ നിന്നും വരുന്നതല്ല, നമ്മളുടെ കേരളത്തിൽ നിന്ന് തന്നെ വരുന്നതാണ്. അതായത് ഒരു സങ്കല്പമുണ്ട്. അമേരിക്കയാണ് സെൻട്രൽ റൂളിംഗ് പവർ. അപ്പോൾ അവിടെ നിന്നാണ് എല്ലാ രാജ്യങ്ങളും ഭരിക്കപ്പെടുന്നത് എന്നാണ് പലരുടെയും പറഞ്ഞ് വെപ്പ്. അപ്പം നമ്മളൊക്കെ വോട്ടിട്ട് ആൾക്കാരെ തിരഞ്ഞെടുത്ത് സെൻട്രൽ ഗവൺമെൻറ്റിലൊക്കെ ഇരുത്തിയിരിക്കുന്നതും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലൊക്കെ ഇരുത്തിയിരിക്കുന്നതൊക്കെ വെറുതെയാണ്. കാരണം അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ഇവരെയൊക്കെ പിടിച്ചങ്ങ് പുറത്തേക്ക് കളയാൻ സാധിക്കും എന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ എന്തായാലും പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ കൊടുത്തേക്കാം. എന്താണ് ഈ അസീം മുനീറും ഈ മൈക്കൽ ഖൊറില്ലയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസീം മുനീർ അന്ന് മിലിറ്ററിയിൽ തന്നെ സുപ്രധാന പൊസിഷനിൽ തന്നെ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. ആ സമയത്ത് 2012 മുതൽ മിഡിൽ ഈസ്റ്റിൽ യമൻ യുദ്ധത്തിൽ ഇവർ ഒരുമിച്ച്, അതായത് പാകിസ്ഥാൻ്റെ ആർമിയും സൗദിയോടൊപ്പം ചേർന്ന് യമനിൽ ഒരു യുദ്ധം നടത്തുകയുണ്ടായി. ആ യുദ്ധത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ മൈക്കൽ ഖൊറില്ല എന്ന് പറഞ്ഞ വ്യക്തിയൊക്കെ സെൻകോമിൽ നിന്ന് കൃത്യമായി കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നതും അതുപോലെ തന്നെ ഇയാൾക്ക് കുറേ കാലം ഖത്തറിലുള്ള അമേരിക്കൻ ബേസിൽ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നതുമാണ്. അപ്പോൾ അങ്ങനെ മിഡിൽ ഈസ്റ്റ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളാണ് ഈ ജനറൽ, സെൻകോമിലുള്ള ഈ ജനറലായിട്ടുള്ള ഈ മൈക്കൽ ഖൊറില്ല എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ ആ രീതിയിൽ അസീം മുനീറിനും ഇയാൾക്ക് നല്ല ബന്ധമുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് കഴിഞ്ഞ ജൂൺ മാസം അസീം മുനീർ അമേരിക്ക വിസിറ്റ് ചെയ്ത സമയത്ത് തീർച്ചയായിട്ടും ഒരു പട്ടാള മേധാവി എന്നുള്ള നിലയിൽ സെൻകോം സന്ദർശിക്കുകയുണ്ടായി. ആർമി ജനറലുകളെയൊക്കെ മീറ്റ് ചെയ്ത സമയത്ത് പെൻറ്റഗണിൽ വെച്ചിട്ട് ഖൊറില്ലയുമായിട്ടും ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഖൊറില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതുപോലെ ഓഗസ്റ്റ് മാസം കഴിഞ്ഞാൽ ഞാൻ റിസൈൻ ചെയ്യും, എൻ്റെ ടൈം അടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് റിട്ടയർമെൻറ്റിന് വിളിച്ചു കഴിഞ്ഞാൽ സെറമണിക്ക് ഞാൻ ക്ഷണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് ആ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിലാണ് ക്ഷണം വന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ ഒരു ടൈം ലൈനിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട താരിഫ് വിഷയം ഈ രീതിയിൽ അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഒരു ബന്ധത്തിൽ ഉലച്ചൽ വീണിരിക്കുന്ന സാഹചര്യത്തിൽ അസീം മുനീർ അവിടെ എത്തിപ്പെടുന്നത് അമേരിക്കയ്ക്ക് നല്ലൊരു സംഗതി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഈ ആർമി ജനറലുകൾ ഇവരൊക്കെ വളരെ കൂളായിട്ടാണ് സംസാരിക്കുന്നത്, അല്ലാതെ റെഡിമെയ്ഡ് ടോക്ക് ഒന്നുമല്ല, പെൻറ്റഗൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഒഫീഷ്യൽ മീറ്റിംഗ് അങ്ങനെയൊന്നുമല്ല. വളരെ കൂളായിട്ടുള്ള ഒരു സെറമണിയാണ്. അതായത് വൈകുന്നേരം അഡ്നാൻ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ബിസിനസ്മാൻ, അതായത് അമേരിക്കയുടെ ഉള്ളിൽ പലതരം ലോബിയിങ് ഉണ്ട്. നമ്മൾ പലപ്പോഴും പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ലോബിയിങ്ങിൽ ഇപ്പം നമുക്ക് ഇന്ത്യക്കും ലോബി ഉണ്ട്. ഇപ്പം ഇന്ത്യ ജസൻ മില്ലർ എന്ന് പറഞ്ഞ ഒരാളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ജസൻ മില്ലർ 2016 ട്രംപിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കപ്പെട്ട ട്രംപിൻ്റെ വിശ്വസ്തനായ ഒരു ഇലക്ഷൻ പ്രചാരകനാണ് ഈ ജസൻ മില്ലർ. ഈ ജസൻ മില്ലറുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഐഡിയയൊക്കെ നമുക്ക് തരാൻ വേണ്ടിയിട്ടും ഗവൺമെൻറ്റിൻ്റെ ഡേറ്റ എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ അയാൾക്ക് $1.8 മില്യൺ വർത്ത് വരുന്ന കരാറാണ് ഈ ജസൻ മില്ലറുമായിട്ട് ഇന്ത്യ സൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യ ഇത് ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞ അതേപോലത്തെ ഏജൻസികളെ വെച്ചിട്ടാണ് സൈൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു അപ്പോയിൻറ്റിയെ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ പാകിസ്ഥാനും ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ സൈഡിലുള്ള ഒരാളുണ്ട്, ഞാനിവിടെ ടാഗ് ചെയ്യാം. ഞാനിപ്പോൾ അയാളുടെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് വായിച്ചോളൂ. പാകിസ്ഥാൻ ഒരാളെ ഹയർ ചെയ്തിട്ടുണ്ട്. അയാളും ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ വളരെയധികം സ്വാധീനമുള്ളൊരു വ്യക്തി തന്നെയാണ്. അപ്പം അങ്ങനെ രണ്ടുപേരും, ഇപ്പോൾ ഇപ്പം ജസൻ മില്ലർ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുമ്പം മറ്റേ ആൾ പാകിസ്ഥാന് വേണ്ടി സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ കാലങ്ങളായിട്ട് ഏജൻസികളെ വെച്ച് തന്നെയാണ് ഈ പരിപാടി മുന്നോട്ട് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് മാത്രമല്ല കേട്ടോ, പല രാജ്യങ്ങൾക്കും ഇതിങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഈവൻ ജപ്പാൻ ആയിക്കോട്ടെ, നോർത്ത് കൊറിയ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, പല രാജ്യങ്ങൾക്കും ഇതിങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് മാത്രമാണ് അല്ലെങ്കിൽ ഇന്ത്യ മാത്രമാണ് ഇത് ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അമേരിക്കയുടെ ഉള്ളിലുള്ള പൊളിറ്റിക്കൽ കൾച്ചർ അങ്ങനെയാണ്. അവർ പൊളിറ്റിക്സ് തന്നെ ഒരു കോർപ്പറേറ്റ് ഓഫീസ് പോലെയാണ് അവർ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പല ഏജൻസി കമ്പനികളുണ്ട്, പലതരം ഏജൻസികളുണ്ട്. ഓരോ ഏജൻസികൾ വഴി കൃത്യമായ വഴിയിൽ എത്തിക്കഴിഞ്ഞാൽ അമേരിക്കൻ ഗവൺമെൻറ്റിനെ സ്വാധീനിക്കാൻ സാധിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ഡയറക്റ്റ് ആയിട്ട് കറപ്ഷനിൽ ഇൻവോൾവ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എല്ലാവരും ബുദ്ധിപരമായിട്ട് ഏജൻസികളെ വെച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അതിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്ക് ലാഭവും നഷ്ടവും ഇതെല്ലാം ഉണ്ടാവും, അതെല്ലാം വേറെ കാര്യം. വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത്, അതങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇനി അമേരിക്ക എന്ന് പറയുമ്പോഴത്തേക്കും വലിയ എന്തോ സംഭവമാണെന്ന് ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ആൾക്കാർ പറഞ്ഞ് പരത്തുന്നതാണ് ഇങ്ങനെ, അല്ലാതെ അതിലുപരിയായിട്ടൊന്നുമില്ല.
അങ്ങനെ അസീം മുനീർ പോയി. അസീം മുനീർ അവിടെ നിന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തലേ ദിവസം നമ്മളുടെ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അസീം മുനീർ 2ാം തവണ അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. ഈ ഗൊറില്ലയുമായിട്ട് സംസാരിച്ച സമയത്ത് അയാളുടെ വിഷം, അയാൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഹ്യൂമിലിയേറ്റഡ് ആണ്. പാകിസ്ഥാൻ്റെ ഉള്ളിൽ പോലും ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് അവാർഡൊക്കെ കിട്ടുന്നു. സെൽഫായിട്ട് തന്നെ ഞാൻ എൻ്റെ പൊസിഷനും റാങ്കൊക്കെ ഉയർത്തിയെങ്കിലും വലിയ വിലയൊന്നുമില്ല പാകിസ്ഥാൻ്റെ ഉള്ളിൽ. ആ രീതിയിൽ ഹ്യൂമിലിയേറ്റഡ് ആണ്. കാരണം ഇന്ത്യ നടത്തിയ ആക്രമണം അവിടെ പബ്ലിക്കലി വിസിബിൾ ആയിരുന്നു. അതാണ് പുള്ളി പങ്കുവച്ച ആശങ്ക. ആ ആശങ്കയിൽ നിന്നാണ് പുള്ളി വിഷമത്തിൽ അന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞു പോയി 2ാമത്തെ ദിവസം ഈ ഒരു പ്രൈവറ്റ് പാർട്ടിയിലേക്ക് പങ്കെടുക്കാൻ പോയ സമയത്ത്, അഡ്നാൻ നടത്തിയ പാർട്ടിയിലേക്ക് ഇതേപോലെ അയാൾ ഈ മൈക്കൽ ഗൊറില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇസ്രായേലിൻ്റെ സൈഡിലുള്ള ആൾക്കാരുണ്ടായിരുന്നോ മൊസാദിൻ്റെ ആൾക്കാരുണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതൊന്നും നമ്മളറിയാത്ത കാര്യങ്ങളാണ്. അവിടെ ഈ സംഭവം അവിടെ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഇവരുടെയൊക്കെ പേരുകളൊക്കെ ഉണ്ട്. ആരുടെ? ഈ മൈക്കൽ ഖുറില്ലയുടെ, അതുപോലെ തന്നെ ആസിം മുനീറുടെ, അതുപോലെ അഡ്നാൻ്റെ പേരുകളൊക്കെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലുപരിയായിട്ട് എക്സ്ട്രോർഡിനറി ആയിട്ട് കെട്ടിച്ചമച്ച് പിന്നെ മറ്റുള്ള ആൾക്കാർ ആരൊക്കെ ഉണ്ടായിരുന്നു, അഡ്നാൻ്റെ വൈഫ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അസീം മുനീർ ആരൊക്കെ കൊണ്ടുപോയി, പിന്നെ മൈക്കൽ ഖുറില്ല ആരൊക്കെ കൊണ്ടുവന്നു, ഇതൊന്നും നമുക്കറിയത്തില്ല. അതിനെക്കുറിച്ചൊന്നും ഒരു രീതിയിലുള്ള പത്രക്കുറിപ്പും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇവരാണ് മെയിനായിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നത് ആ സദസ്സിൽ. അപ്പോൾ അവിടെ വെച്ചിട്ട് വളരെ കാഷ്വലായിട്ട് സംസാരിച്ച ടൈമിൽ അസീം മുനീറിൻ്റെ മനസ്സിലുള്ള ആ ഒരു ഇന്ത്യയോടുള്ള ഒരു വെറുപ്പ് അയാൾ പറഞ്ഞതാണ്. ഇന്ത്യയോടുള്ള വെറുപ്പ് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ത്യയുടെ വെറുപ്പ് അയാൾ ഇപ്പോഴല്ല പുറത്ത് കാണിക്കുന്നത്. അയാൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തുന്നതിന് മുമ്പേ, പഹൽഗാം ആക്രമണത്തിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ അസീം മുനീർ ഒരു എക്സ് മിലിറ്ററി അതേപോലെ തന്നെ നിലവിലുള്ള ആർമി ചീഫ് എല്ലാം വിളിച്ചു വരുത്തി ഒരു കൺവെൻഷണൽ ഹാളിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന എന്താണ്? നമ്മൾ വേറെ, അവർ വേറെ. ആര്? ഇന്ത്യക്കാർ വേറെ. നമ്മളുടെ ആൻസസ്റ്റേഴ്സ്, നമ്മളുടെ മുതുമുത്തശ്ശന്മാർ നേടിത്തന്നിരിക്കുന്ന ഈ രാജ്യം വളരെ കഷ്ടപ്പാടുപെട്ട് നേടിത്തന്നതാണ്. അപ്പോൾ അതിൻ്റെ മൂല്യം ചോർന്നു പോകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതിനെന്ത് ചെയ്യണം? ഇന്ത്യക്കെതിരെയുള്ള നിലപാടെടുക്കണമെന്ന് വളരെ ശക്തമായിട്ട് പറഞ്ഞ വ്യക്തിയാണ് ഈ അസീം മുനീർ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കെതിരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പുലഭ്യം ഇങ്ങനെ വിളിച്ച് പറയുന്നതിൽ നമ്മൾ അതിശയിക്കേണ്ടതൊന്നുമില്ല, ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾ ഇങ്ങനെ തന്നെ പറയും. നല്ല രീതിയിൽ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് അടി മേടിച്ച് കൂട്ടിയിട്ട് അവന്മാർ വിജയാഘോഷം നടത്തിയ ആൾക്കാരാണ് അസീം മുനീർ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഇന്നലെ നല്ല രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള കണ്ടംനേഷൻസും അതുപോലെ തന്നെ അവരെ മോക്ക് ചെയ്തുകൊണ്ടും ഇന്ത്യൻ ആർമി ചീഫ് ഉപേന്ദ്ര ദ്വിവേദി അതിനെ മോക്ക് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമ്മളും പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പകരമുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കുള്ളിൽ പാകിസ്ഥാനെ വെച്ചിട്ട് ഒരു യുദ്ധം നടത്തണം എന്ന് അമേരിക്കയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനിപ്പോൾ അസീം മുനീറിനെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഫോൺ കോൾ മതി. ഞാൻ ഇത്ര രൂപ സംഭാവന തരാം, ഞങ്ങൾ ഇത്ര രൂപ സംഭാവന തരാം, ഇത്ര മില്യൺ നിങ്ങൾക്ക് തരാം, നിങ്ങൾ തുടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ മതി. അതിനിപ്പോൾ ഇത്രമാത്രം വിളിച്ചുകൊണ്ട് പോയി നിങ്ങൾ ഡാം പണിതാൽ ഞാൻ അണുബോംബിടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ പ്രസ്താവനകൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. എന്തായാലും അസീം മുനീർ ഒഫീഷ്യൽ പേഴ്സൺ ആയ സ്ഥിതിക്ക് പാകിസ്ഥാൻ്റെ ആക്റ്റീവ് ആർമി ജനറൽ എന്നുള്ള നിലയ്ക്ക് അയാളുടെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ്. അതിന് പ്രസക്തിയുണ്ട്. പ്രസക്തിയില്ല എന്ന് നമ്മൾ എവിടെയും പറയുന്നില്ല, പ്രസക്തിയുണ്ട്. ഇനി പോസിബിലിറ്റീസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇന്ത്യയെ തിരിച്ചടിക്കാനുള്ള കപ്പാസിറ്റി, ഇല്ലെങ്കിൽ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാനുള്ള, അതായത് പറയുന്നത് പറഞ്ഞാൽ ഇന്ത്യയെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. എന്ത് അറ്റാക്ക്? ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുന്നു? ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടാണ് ഈ ചൈനയുടെ മിസൈൽ ഇവിടെ തറയിൽ വന്ന് വീണ് കിടന്നത് പൊട്ടാതെ. ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ വിലയിരുത്താൻ. ചരിത്രം എടുത്തു നോക്കൂ. ചരിത്രത്തിൽ ഇന്ത്യ എത്ര പ്രതിസന്ധികൾ കടന്നു വന്നിട്ടുണ്ട്. അന്നൊക്കെ ഇതേ അമേരിക്ക ശക്തമായ രീതിയിൽ പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ്. ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ ചെറിയ തോതിലെങ്കിലും ഒരു ഡോമിനേഷൻ നേടാൻ സാധിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി അസീം മുനീർ അല്ല, ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മളുടെ രാജ്യത്തിന് പാകിസ്ഥാനെ അടിച്ചൊതുക്കാനുള്ള കപ്പാസിറ്റി പൂർണ്ണമായിട്ടുണ്ട് എന്നുള്ളത് പലതവണ നമ്മൾ തെളിയിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. കാർഗിൽ യുദ്ധമായിക്കോട്ടെ. കാർഗിൽ യുദ്ധത്തിനൊക്കെ അമേരിക്ക പൂർവാധികം ശക്തിയോടുകൂടി പല്ലും നഖവും ഉപയോഗിച്ച് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തതല്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? കാർഗിൽ നമ്മളങ്ങ് വിട്ടുകൊടുത്ത. സോ ഇത് ബി പ്രാക്ടിക്കൽ. അല്ലാതെ ഇതിനകത്ത് നമ്മൾ കൂടുതൽ ഞാൻ ഈ ഒരു വിഷയത്തിൽ ടൈം വേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതൊരു സില്ലി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനകത്ത് കൂടുതൽ നമ്മൾ CIA ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, FBI ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നൊന്നും പറഞ്ഞ് നമ്മളെ തന്നെ പൊട്ടന്മാരാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് FBI ഡയറക്ടർ കാശ് പട്ടേലാണ്. FBI ഡയറക്ടർ. കാശ് പട്ടേലിന് നല്ല രീതിയിലുള്ള ഇന്ത്യയോടുള്ള കൂറുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ തെളിവാണ്
പുള്ളി കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഏതാണ്ട് 6ഓളം ഖാലിസ്ഥാനി തീവ്രവാദികളെ പിടിച്ച് ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 6ഓളം ഖാലിസ്ഥാനികളെ. ഇതുവരെ അവിടെ ഇരുന്ന് FBI ഡയറക്ടർക്ക് അത് പറ്റിയില്ല. കാഷ് പട്ടേലിനെ കൊണ്ട് അത് സാധിച്ചു. അതെങ്ങനെ സാധിച്ചു? തീർച്ചയായിട്ടും ട്രംപിന്റെ അവയർനെസ് ഉണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ ഖാലിസ്ഥാനി തീവ്രവാദികളെ പിടിക്കുമ്പോഴത്തേക്കും ട്രംപിന് ഒരിക്കലും അവരെ റിലീസ് ചെയ്യൂ എന്ന് പറയാനൊന്നും പറ്റത്തില്ല. കാരണം അവരുടെ മേളിൽ ഫൈൻഡിങ്സ് ഉണ്ട്, അവരുടെ മേളിൽ മറ്റൊരു രാജ്യത്തിൻ്റെ സൈഡിലുള്ള വാറൻ്റ് ഉണ്ട്, അവരുടെ പേരിൽ ഒഫൻസസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയുടെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും രീതിയിൽ ബന്ധമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഇന്ത്യൻ ഒറിജിൻ അവിടെ അവർക്ക് ഏത് രാജ്യത്ത് പോയി എന്ത് നാഷണാലിറ്റിയും നിങ്ങൾ ബൈ ചെയ്തോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ ബൈ ബെർത്ത് അവിടെ തന്നെ ആയിക്കോളൂ. ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക്, ഒരു ഇന്ത്യൻ ഒറിജിൻ പാരൻസ് വളർത്തിയ ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും ഇന്ത്യയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഖാലിസ്ഥാനി തീവ്രവാദികൾ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ കാഷ് പട്ടേൽ അവർ 5 പേരെയും പിടിച്ച് ഡീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ്ട്രാഡിഷൻ ഫോർമാലിറ്റീസ് ഇന്ത്യ ഓൾറെഡി തന്നെ മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. ഇപ്പം നിലവിലുള്ള തർക്കത്തിൽ അവരെയൊക്കെ ഇന്ത്യക്ക് കൈമാറുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയ ഡിലേസ് ഒക്കെ ഉണ്ടായേക്കാം. ഇനി ഒരു പക്ഷേ തന്നില്ല എന്ന് തന്നെ വെച്ചോളൂ. പക്ഷെ എന്നാലും ഇനി വരുന്ന 10 വർഷത്തേക്ക് കാഷ് പട്ടേൽ തന്നെയായിരിക്കും അവിടെ തലപ്പത്തുണ്ടാവുക, ഇവിടെ FBI-ൽ. അപ്പോൾ അതുകൊണ്ട് അവന്മാരെ ആ ഒരു കാലയളവിലേക്കെങ്കിലും നമുക്ക് ഡീറ്റെയിൻ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും നാളും അവിടെ ഒരു FBI ഡയറക്ടർ ഉണ്ടായിരുന്നത് സംഭവിച്ചില്ല. ഇനി CIA-യുടെ കാര്യം. CIA-യുടെ ഡയറക്ടർ ഇറാഖ് യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിരുന്ന തുൾസി ഗബ്ബാർഡാണ്. ഈ തുൾസി ഗബ്ബാർഡ് ഇന്ത്യൻ ആചാരങ്ങൾ, ഒരു ഹിന്ദു റിലീജിയൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവർ ബേസിക്കലി ഒരു അമേരിക്കൻ സിറ്റിസനാണ്. അവർ ഇന്ത്യയിലേക്ക് കഴിഞ്ഞ ഒരു 1.5 മാസത്തിന് മുമ്പ് വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, JD വാൻസ് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട്. ഇന്ത്യയോട് നല്ല ആദരവൊക്കെ ഉള്ള വ്യക്തികൾ തന്നെയാണ് അവിടെ ഇൻ്റലിജൻസിലൊക്കെ ഉള്ളത്, CIA-യുടെ തലപ്പത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒന്നും സംഭവിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചില ഏജൻസികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഏജൻസി വഴി പല രീതിയിലുള്ള NGO പ്രവർത്തനങ്ങൾ വഴി ഇന്ത്യക്കുള്ളിൽ കടന്നു കയറാൻ പല ശ്രമങ്ങളും കാലാകാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ട്രംപ് ഈ ഒരു US എയ്ഡ് നിർത്തിവെച്ച സാഹചര്യത്തിൽ ഇപ്പം NGO-കളൊക്കെ കാലിയടിച്ച് കിടക്കാണ്. NGO-കൾക്ക് കൊടുക്കാൻ പൈസയില്ല. ഇനി US-ന്റെ പൈസയെക്കുറിച്ച് പറയാം, അതിനെക്കുറിച്ച് പറയാൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കാർ ഒരിക്കലും ഈ ഡാം പണിന്നത് കൊണ്ട് ഒരു ചെറിയ ലോജിക്ക് ഞാനിവിടെ പറഞ്ഞു പോകാം. നമ്മളൊരു ഡാം പണിയാണ്. അപ്പോൾ ആ ഡാമിൽ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. അപ്പം ആ ഡാമിലേക്ക് ബോംബിടുകയാണ്. ബോംബിട്ട് പാകിസ്ഥാൻ തകർക്കുകയാണ്. ഈ വെള്ളം എങ്ങോട്ടാണ് പോകുന്നത്? പാകിസ്ഥാനിലോട്ട് അല്ലേ? ആ ചെറിയ ലോജിക്ക് മതി. അയാൾ എന്തെങ്കിലുമൊക്കെ വിടുവായിത്തരം അമേരിക്കയിൽ ചെന്നിട്ട് ഞാൻ വലിയ രാജാവാണ്, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയും, ഞാൻ ഇന്ത്യയെ ഇങ്ങനെ പൂട്ടും അങ്ങനെ പൂട്ടും എന്നൊക്കെ പറഞ്ഞ് വാചകടിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഡിന്നറാണിത്. അത്ര നേരമാണ് അവിടെ ഇരുന്ന് ഈ ഒരു ചർച്ചയൊക്കെ നടത്തിയത്. ഈ ചർച്ച എന്ന് പറഞ്ഞാൽ വലിയ ഗൂഢാലോചന നടത്തിയുള്ള ചർച്ചയൊന്നുമല്ല, ജസ്റ്റ് വേഗമായിട്ടുള്ള ടോക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം, അതാണ് നടത്തിയത്. ആ ഒരു ടോക്കാണ് ഈ രീതിയിൽ പബ്ലിഷായി വലിയ തോതിൽ വാർത്തയായിട്ട് എടുത്തു വെച്ച് വിളമ്പുന്നത്, ഇന്ത്യൻ ജനങ്ങളെ പേടിപ്പിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം ഇതാണ്. പാകിസ്ഥാൻ പല രീതിയിലും ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കും. കാരണം അവർ തോറ്റിട്ടിരിക്കുന്ന ആൾക്കാരാണ്. സാധാരണ ക്രിക്കറ്റ് മാച്ച് നടന്നാൽ പോലും വലിയ രീതിയിൽ വെല്ലുവിളി നടത്തുന്ന ഒരു സൊസൈറ്റിയാണ് പാകിസ്ഥാനിലുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മളുടെ വളർച്ചയിൽ അവർക്ക് ഒപ്പം എത്താൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുപാട് പാകിസ്ഥാനിലുള്ള യങ്സ്റ്റേഴ്സ് അവർ മനസ്സ് മാറിയിട്ടുണ്ട്. അത് ആ രാജ്യത്തിനോടുള്ള മടുപ്പ് കൊണ്ട് മാറിയതാണ്. ഇന്ത്യയെ പല പാകിസ്ഥാനികളും അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ പറയുന്നത് പാകിസ്ഥാനിലുള്ള സാധാരണക്കാർ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യം ഇനി എത്ര ശ്രമിച്ചാലും ഇന്ത്യക്കൊപ്പം എത്താൻ കഴിയില്ല എന്നുള്ളൊരു വിരക്തിയിൽ നിന്നും വരുന്ന ഒരു വാക്കുകളാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അവന് സ്വന്തം രാജ്യത്തോട് ഒരു കൂറില്ലാണ്ടല്ല. സ്വന്തം രാജ്യത്തോട് ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ട് പാകിസ്ഥാനികൾക്ക്. പക്ഷേ സംഭവം ഇതാണ്. അപ്പം അങ്ങനെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഇന്ത്യക്കും ഇന്ത്യൻ ഭരണകൂടത്തിനൊക്കെ നല്ല രീതിയിലുള്ള അപ്രിസിയേഷൻ പാകിസ്ഥാൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ പാകിസ്ഥാനിൽ ഒരു ചേരിതിരിവ് ഉണ്ടാക്കണം, ഇന്ത്യക്കെതിരെ ഒരു വികാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് അസീം മുനീർ അന്ന് ആ പ്രസംഗം നടത്തിയത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. ഇയാൾ ഇതേപോലെ തുടരെ പല രീതിയിലുള്ള പ്രസ്താവനകളും പുറപ്പെടുവിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ ആക്ഷൻ സീറോ. ഓപ്പറേഷൻ സിന്ദൂറിൽ എവിടെ പോയി ഒളിച്ചിരുന്നെന്ന് തന്നെ ആർക്കും അറിയത്തില്ല. അതാണ് സംഗതി. അപ്പോൾ ഇങ്ങനത്തെ ഭീരുക്കളൊക്കെ പറയുന്ന വാക്കുകളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് അമേരിക്കയാണ് ഇതിൻ്റെ പുറകിൽ, അമേരിക്ക ഡയറക്റ്റ് ത്രെട്ടാണ്, ഭീഷണിയാണ് കൊടുത്തിരിക്കുന്നത്, നമ്മളുടെ ശത്രു പാകിസ്ഥാനല്ല, ചൈനയല്ല, ബംഗ്ലാദേശ് അല്ല, നമ്മളുടെ ശത്രു അമേരിക്കയാണ്. നമ്മളുടെ ശത്രു അമേരിക്കയും അല്ല, അതാദ്യം മനസ്സിലാക്കിക്കൊള്ളുക. നമ്മളുടെ അമേരിക്ക പാകിസ്ഥാനെ ഈ ഒരു മൊമെന്റിൽ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്ക് മേളിൽ പ്രഷർ ഇടുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നത്.
അത് ഇന്ത്യയെ വരുതിക്ക് വരുത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ചില തന്ത്രങ്ങളാണ്. ഉദാഹരണം, പാകിസ്ഥാനെ വെച്ചിട്ട് ശരിക്കും അമേരിക്ക ഇന്ത്യയെ ഒന്ന് നെഗോഷിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരാം. അതിലൂടെ ഇന്ത്യക്കുള്ളിലുള്ള മാർക്കറ്റ് സ്വന്തമാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ആ മാർക്കറ്റിന് വേണ്ടിയിട്ടാണ് ഇത്രയും പ്രഷർ ഇന്ത്യക്ക് മേലിടുന്നത്. അല്ലെങ്കിൽ പിന്നെ താരിഫ് ഇട്ട് കഴിഞ്ഞു, ഇനി പിന്നെ മിണ്ടായിരുന്നാൽ പോരെ. താരിഫ് ഇട്ട് കഴിഞ്ഞല്ലോ, എന്നാൽ പിന്നെ ഇന്ത്യൻ പ്രോഡക്റ്റ് അമേരിക്കയുടെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും താരിഫ് ഇടുന്നു, പ്രശ്നം കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാണ് തുടർ നടപടികൾ? അപ്പോൾ അതുകൊണ്ട് അമേരിക്കയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഇന്ത്യക്കുള്ളിൽ പാകിസ്ഥാനെ വിട്ട് കളിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിലവിലുള്ള ഗവൺമെന്റിന് അത് ഗുണം ചെയ്യും. അടുത്ത ഇലക്ഷനിൽ ഒരു പ്രചാരണവും ഇല്ലാതെ തന്നെ പൂ പോലെ തന്നെ നിലവിലുള്ള ഗവൺമെന്റ് തന്നെ കസേരയിൽ അങ്ങിരിക്കും. അത് അമേരിക്കയ്ക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് ജിയോ പൊളിറ്റിക്സിൽ കുറച്ചൊക്കെ ധാരണയുള്ള രീതിയിലുള്ള നറേറ്റീവ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇപ്പം ട്രംപ് എന്തുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് വേണം എന്ന് ആവശ്യപ്പെടുന്നത് അവരുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റിന്? കാരണം ട്രംപ് എന്ന് പറഞ്ഞ ആ ഒരു ബലൂൺ, ഇപ്പോൾ ഊതി ഈർപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ബലൂൺ ഉണ്ട്. ആ ബബിൾ പൊട്ടാൻ പോവാണ്. ആ ബബിൾ പൊട്ടാൻ പോകുന്ന സംഗതി ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. കാരണം ഇല്ലെങ്കിൽ ടൈം ലെങ്ത് കൂടിപ്പോവും. കാരണം അമേരിക്ക വൻ കടബാധ്യതയിലേക്ക് തള്ളപ്പെടുകയാണ്. അമേരിക്കയിൽ ഫെഡറൽ റിസർവിൻ്റെ, നമ്മളുടെ റിസർവ് ബാങ്ക് മാതൃകയിൽ അവിടെ ഒരു സംവിധാനമുണ്ട്, ഫെഡറൽ റിസർവ്. അപ്പോൾ ആ ഫെഡറൽ റിസർവ് എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സിസ്റ്റമാണ്. അമേരിക്കൻ ഗവൺമെൻറ് പൈസ വേണമെങ്കിൽ അവിടെയാണ് പോയി ചോദിക്കുന്നത്. ഫെഡറൽ സിസ്റ്റത്തിൽ അവർ പൈസ ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ അടുത്ത് 5.7 ട്രില്യൺ ചോദിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? അവിടെ പൈസ ഇല്ല. അത് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ജസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കും.